കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിൽ വലിയ തോതിലുള്ള ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലും തമ്മിൽ നടന്ന പ്രത്യേക അഭിമുഖം. ഭരണനേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സർക്കാരിന്റെ ശ്രമമായി ഒരു വിഭാഗം ഇതിനെ കാണുമ്പോൾ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള കേവലം PR അഭ്യാസം മാത്രമാണിതെന്ന് പ്രതിപക്ഷവും വിമർശകരും ആരോപിക്കുന്നു. ഈ വിഷയത്തിൽ ഏറ്റവും ശക്തമായ പ്രതികരണം രേഖപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുന്നത് സംവിധായകനും ബിഗ് ബോസ് ജേതാവുമായ അഖിൽ മാരാറാണ്. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മോഹൻലാലിനെതിരെയും സർക്കാരിനെതിരെയും അദ്ദേഹം ഉന്നയിച്ച ചോദ്യങ്ങൾ വലിയ വിവാദങ്ങൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്. ആധുനിക രാഷ്ട്രീയത്തിൽ ഇമേജ് ബിൽഡിംഗ് അഥവാ പ്രതിച്ഛായ നിർമ്മാണം എന്നത് അനിവാര്യമായ ഒന്നായി മാറിയിരിക്കുന്നു. പിണറായി വിജയൻ സർക്കാരിന്റെ രണ്ടാം ഊഴത്തിൽ പ്രത്യേകിച്ച് വിവാദങ്ങൾ വിട്ടുമാറാത്ത സാഹചര്യത്തിൽ ജനകീയനായ ഒരു സൂപ്പർ താരത്തെ ഉപയോഗിച്ച് നടത്തുന്ന ഇത്തരം അഭിമുഖങ്ങൾ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനുള്ള തന്ത്രമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. അഖിൽ മാരാർ തന്റെ വിമർശനത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് പണ്ടുകാലത്തെ നേതാക്കളായ കെ കരുണാകരൻ, EK നായനാർ, ഉമ്മൻചാണ്ടി, VS അച്യുതാനന്ദൻ തുടങ്ങിയവർ ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചത് ഇത്തരം കൃത്രിമമായ PR വർക്കുകളിലൂടെയല്ല എന്നാണ്. അവർ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചും അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് കണ്ടറിഞ്ഞുമാണ് നേതാക്കളായി മാറിയത്. എന്നാൽ ഇന്നത്തെ കാലത്ത് കോടികൾ മുടക്കി പരസ്യങ്ങൾ നൽകിയും താരങ്ങളെ കൊണ്ട് പുകഴ്ത്തിച്ചും നേതാക്കളെ സൃഷ്ടിച്ചെടുക്കുകയാണെന്ന കടുത്ത ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചത്. ലാലേട്ടൻ എന്ന് മലയാളികൾ സ്നേഹത്തോടെ വിളിക്കുന്ന മോഹൻലാലിനോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അഖിൽ മാരാർ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഭാരതീയ സംസ്കാരത്തിലും ആത്മീയതയിലും ഉറച്ചു വിശ്വസിക്കുന്ന മോഹൻലാലിനെ മുൻപ് പലതവണ സൈബർ കമ്മികൾ എന്ന് വിളിക്കപ്പെടുന്ന ഇടതുപക്ഷ അനുയായികൾ ആക്ഷേപിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം നൽകുന്ന ചിത്രം പങ്കുവെച്ചപ്പോഴോ ലോക്ക്ഡൌൺ കാലത്ത് പാട്ട കൊട്ടിയപ്പോഴോ നിലവിളക്ക് കൊളുത്തിയപ്പോഴോ ലാലേട്ടനെ വ്യക്തിഹത്യ ചെയ്തവരാണവർ. അങ്ങനെയുള്ള ഒരു വിഭാഗത്തിന് മുന്നിൽ സ്വയം താഴ്ന്നു കൊടുത്തത് എന്തിനാണ് അദ്ദേഹം ഈ അഭിമുഖത്തിന് തയ്യാറായതെന്നാണ് മാരാരുടെ പ്രധാന ചോദ്യം. പണം കൊണ്ട് എന്തും മായ്ക്കാമെന്ന് മോഹൻലാൽ വിചാരിക്കരുത് എന്ന വാക്കുകൾ ഏറെ ഗൗരവകരമാണ്. ഈ അഭിമുഖത്തിന് പിന്നിൽ സാമ്പത്തിക താല്പര്യങ്ങൾ ഉണ്ടോ എന്ന് അദ്ദേഹം സംശയിക്കുന്നു. ഒരു കലാകാരൻ എന്ന നിലയിൽ സമൂഹത്തോടുള്ള ഉത്തരവാദിത്തം മറന്ന് ഭരണകൂടത്തിന്റെ വീഴ്ചകൾ മറച്ചുവെക്കാൻ മോഹൻലാൽ കൂട്ടുനിൽക്കരുതായിരുന്നു എന്നാണ് മാരാർ വ്യക്തമാക്കുന്നത്. ഒരു വിശ്വാസി എന്ന നിലയിൽ ശബരിമലയിലെ ആചാര ലംഘനങ്ങൾ നടത്താൻ കൂട്ടുനിന്ന സർക്കാരിനെ അംഗീകരിക്കാൻ മോഹൻലാലിന് എങ്ങനെ കഴിയുന്നുവെന്നും മാരാർ ചോദിക്കുന്നു. തന്ത്രിയെ കള്ളക്കേസിൽ കുടുക്കിയതും അയ്യപ്പന്റെ സ്വർണം കട്ടെന്ന ആരോപണങ്ങളും ചൂണ്ടിക്കാട്ടി ഹൈന്ദവ സമൂഹത്തോടുള്ള സർക്കാരിന്റെ സമീപനത്തെ അദ്ദേഹം വിമർശിക്കുന്നു. അഖിൽ മാരാരുടെ കുറിപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം മോഹൻലാലിനേക്കാൾ മികച്ച നടൻ പിണറായി വിജയനാണെന്ന പരിഹാസമാണ്. അങ്ങ് വെളുപ്പിച്ചിറക്കി കൊടുത്ത് ചിരിക്കുന്ന പാവ കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരള ജനതയും കുരങ്ങ് കളിപ്പിച്ചത് അങ്ങേക്ക് അറിയില്ല എങ്കിലും പൊതുജനത്തിനറിയാം. ഭരണപരാജയങ്ങൾ മറച്ചുവെച്ച് ക്യാമറയ്ക്ക് മുന്നിൽ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന മുഖ്യമന്ത്രിയെ ഒരു നടനായിട്ടാണ് മാരാർ ചിത്രീകരിക്കുന്നത്. അതുപോലെ തന്നെ ആരോഗ്യമന്ത്രിയെ ഉർവശിയേക്കാൾ മികച്ച നടിയെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു. പിണറായി 3.0 എന്ന സിനിമയുടെ പ്രമോഷനാണ് ഇവിടെ നടക്കുന്നതെന്നും ഇതിനെ വിലയിരുത്താൻ അശ്വന്ത് കോക്കിനെ പോലെയുള്ള നിഷ്പക്ഷ ജനങ്ങൾ കേരളത്തിൽ ഉണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. തന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ജനശ്രദ്ധ നേടിയ കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരിയെയും അശ്വിനി വൈഷ്ണവിനെയും മാരാർ ഉദാഹരണമായി കാട്ടുന്നു. പരസ്യ ബോർഡുകൾ ഇല്ലാതെ തന്നെ ഗഡ്കരിയുടെ റോഡ് വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ അറിയുന്നുണ്ട്. ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സാധാരണക്കാർ അവരെ അറിയുന്നത് ജോലിയിലൂടെയാണ്. അത്തരത്തിലുള്ള ഒരു പ്രവർത്തന ശൈലിയാണ് ഒരു ഭരണാധികാരിക്ക് വേണ്ടതെന്നും അല്ലാതെ താരങ്ങളെ ഉപയോഗിച്ചുള്ള പ്രകടനമല്ലെന്നും അദ്ദേഹം വാദിക്കുന്നു. അഖിൽ മാരാർ 2020 ചേർന്നതിന് പിന്നാലെ വന്ന ഈ പോസ്റ്റ് രാഷ്ട്രീയമായി വലിയ പ്രാധാന്യമുള്ളതാണ്. കേരളത്തിലെ ഇരു മുന്നണികൾക്കും ബദലായി ഒരു മൂന്നാം ശക്തിയായി മാറാൻ ശ്രമിക്കുന്ന 2020യുടെ നിലപാടുകൾ ഇതിലൂടെ പ്രകടമാകുന്നു. ഇടതുപക്ഷ സർക്കാരിന്റെ വീഴ്ചകളെ തുറന്നു കാട്ടുന്നതിനൊപ്പം മോഹൻലാലിനെ പോലുള്ള സാംസ്കാരിക നായകന്മാർ നിശബ്ദരായിരിക്കുന്നതിനെതിരെയുള്ള രോക്ഷം കൂടിയാണിത്. മോഹൻലാൽ ആരാധകരും ഇടത് അനുകൂലികളും മാരാർക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. ഒരു മുഖ്യമന്ത്രിക്ക് നടനുമായി സംസാരിക്കാൻ അവകാശമില്ലേ എന്നും ഇത് കേവലം വികസന കാര്യങ്ങൾ സംസാരിക്കാനുള്ള വേദി മാത്രമാണെന്നുമാണ് അവരുടെ വാദം. എന്നാൽ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ ചോദിക്കാൻ മോഹൻലാൽ തയ്യാറായില്ല എന്നതാണ് വിമർശകരുടെ പ്രധാന പരാതി. കലയും രാഷ്ട്രീയവും പണവും തമ്മിലുള്ള ബന്ധം എന്നും ചർച്ചാ വിഷയമാണ്. ഒരു സൂപ്പർ താരം എന്ന നിലയിൽ മോഹൻലാലിന് വലിയൊരു ജനവിഭാഗത്തെ സ്വാധീനിക്കാൻ കഴിയും. എന്നാൽ ആ സ്വാധീനം ഭരണകൂടത്തിലെ തെറ്റുകൾ ന്യായീകരിക്കാൻ ഉപയോഗിക്കുന്നത് ജനാധിപത്യത്തിന് നല്ലതല്ലെന്ന് അഖിൽ മാരാർ ഉയർത്തുന്ന സന്ദേശം. ചരിത്രത്തിലെ മുൻഗാമികൾ കാണിച്ചു തന്ന ലളിതമായ രാഷ്ട്രീയ ശൈലിയിൽ നിന്നും PR ഏജൻസികളെ നയിക്കുന്ന ഗ്ലാമർ രാഷ്ട്രീയത്തിലേക്ക് കേരളം മാറുന്നതിന്റെ തെളിവാണ് ഈ വിവാദാഭിമുഖം. ഇതിനെ ജനങ്ങൾ എങ്ങനെ വിലയിരുത്തും എന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. മാരാർ പറഞ്ഞതുപോലെ സത്യങ്ങൾ വിളിച്ചു പറയാൻ റിവ്യൂവർമാർ ജനങ്ങൾക്കിടയിൽ നിന്നും ഉയർന്നു വരുമെന്ന കാര്യത്തിലും സംശയമില്ല.